പരീക്ഷ എഴുതാത്തവര് അതുപോലെ ഇനി ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള സംശയമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി നമ്മുടെ പുതിയ സൈലം PSCയുടെ ഏറ്റവും പുതിയ ബാച്ചാണ് ജനറൽ PSC 3.0 ബാച്ച്. അപ്പൊ എന്തൊക്കെയാണ് സാറേ ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഇനി എന്താണ് പഠിക്കേണ്ടത് അങ്ങനെയൊക്കെ ഡൗട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവര് PSCയിലേക്ക് വരുന്നവരൊക്കെ ഉണ്ടോ? അതെ, ഒരു സർവീസ് നേടണമെന്ന ആഗ്രഹത്തോടു കൂടിയൊക്കെ വരുന്നവരുണ്ട്. അവരെന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഒരു മാർഗനിർദ്ദേശമായിട്ടാണ് നമ്മുടെ സൈലം PSC പുതിയതായി ലോഞ്ച് ചെയ്യുന്ന ജനറൽ PSCയുടെ 3.0 എന്ന ബാച്ച്. നമ്മൾ നോക്കൂ, നമ്മൾ ഈ മാസം 14-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെയ് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാച്ചിൽ ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, എന്തൊക്കെയാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത, ആർക്കൊക്കെ വേണ്ടിയാണ് ഈ ബാച്ച് തുടങ്ങുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായി നോക്കാം. ഒരു വിഷയം, സൈലം PSC ഒരു ബാച്ച് തുടങ്ങുന്ന പറയുമ്പോൾ പൊതുവെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ട് എന്താ, ഈ ബാച്ച് ഏതാണോ ആ ബാച്ചിൽ ഏതൊക്കെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കാൻ ഉണ്ടാവും ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ സാർ നോക്കൂ, ആരൊക്കെയാണ് ഫാക്കൽറ്റീസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹിസ്റ്ററി ആണ് പറയാൻ പോകുന്നത്. ഹിസ്റ്ററി നമുക്ക് കേരള PSCയിൽ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കൊക്കെ അറിയല്ലോ. അപ്പൊ നമ്മുടെ സൈലത്തിന്റെ അമരക്കാരൻ മൻസൂർ അലി സാറാണ് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തു തരാനുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ അഭിനയ കുലപതി, ഇനി സിനിമാക്കാരൊക്കെ വിളിക്കുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. അനന്തു സാർ ഹിസ്റ്ററി. അപ്പൊ മൻസൂർ അലി സാറും അനന്തു സാറുമാണ് ഹിസ്റ്ററി വളരെ ക്ലാരിറ്റിയോട് കൂടി ഏറ്റവും എളുപ്പത്തിൽ കേരള PSCയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അടുത്തത് സാറേ, അടുത്ത പറയൂ. രണ്ടാമതായിട്ട് നമ്മുടെ മാത്സ് ആണ്. പൊതുവെ നിങ്ങൾക്കറിയാം, ഒരു PSCയുമായി സംബന്ധിച്ച് തുടക്കക്കാർക്കും അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും ഡൗട്ടും ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ആയി വരുന്ന ഒരു സബ്ജക്ട് എന്നുള്ളത് എന്താണ്? മാത്സ് ആണ്. നിങ്ങളൊരു മാത്സ് എടുക്കുന്ന ആളല്ലേ. അപ്പൊ ആ മാത്സിലെ 3 ആളുകളാണ് സൈലം PSC നിങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് മാത്സിന്റെ മജീഷ്യൻ ജെറിൻ സാറാണ്, സിമ്പിൾ അരിത്മെറ്റിക് മെന്റൽ എബിലിറ്റി റീസണിംഗുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ എത്തുന്നത്. പിന്നെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കേരളത്തിന്റെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ ഇസ്മായിൽ സാർ കാലടി അതേ സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. പിന്നെ സൈലം PSC മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ എഡ്യൂക്കേറ്റർ ആണ് അജ്മൽ സാർ. അത് നമ്മുടെ മാത്സിന്റെ മറ്റൊരു മുത്താണ് അജ്മൽ സാർ. അങ്ങനെ ഈ 3 ആളുകൾ അവരുടെ വേവ് പ്രസന്റേഷനിലൂടെ ഈ മാത്സ് എന്ന ഒരു എന്താണ് ഒരു ബാലികാമല ഏറ്റവും സിമ്പിൾ ആക്കി നിങ്ങളുടെ മുൻപിൽ തന്നിരിക്കുമെന്നതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് സാർ നിങ്ങളാണ് പറയുന്നത്. അപ്പൊ എന്താണ് മാത്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള PSCയിലെ ഒരു സാധനമാണ് ഇത്. അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷിന്റെ കുലപതി ഫാരിസ് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫാരിസ് സാറിനെ തന്നെ അസിസ്റ്റ് ചെയ്യാൻ കൂടെ സുമി മിസ് ഉണ്ട്. അതേപോലെ തന്നെ വൊക്കാബുലറി ആയിട്ട് നിങ്ങൾക്ക് നിസാം സാർ ഉണ്ടാവും. ഇവർ 3 പേരും ചേർന്നിട്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്താവും പച്ചവെള്ളം പോലെ. തീർച്ചയായിട്ടും ഞാനും സുമി മിസ്സും നിസാം സാറൊക്കെ ഇംഗ്ലീഷ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് പരീക്ഷകൾക്ക് എത്ര മാർക്കിനാണ് അത് ഫുൾ അടിക്കാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. തീർച്ചയാണ്. അടുത്ത പിന്നെ മലയാളമാണ്. മലയാളം നമുക്കറിയാം, നമ്മുടെ ഗുരുവി മിസ്സാണ്, സജീവോട് മിസ്. മലയാളമായിട്ട് നിങ്ങളുടെ മുൻപിലെത്തണം. മലയാളം മാത്രമല്ല, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഒക്കെ മിസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അധ്യാപകരാണ് വിഷ്ണു സാറും മലയാളം. അദ്ദേഹവും നിങ്ങൾക്ക് മലയാളം എളുപ്പമാക്കാനുണ്ടാകും. അപ്പൊ സജീവ് മിസ്സും വിഷ്ണു സാറുമാണ് സൈലം PSC മുന്നോട്ട് വെക്കുന്ന മലയാളത്തിന്റെ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ കറന്റ് അഫയേഴ്സ് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രമോദ് നിയാൻ സാർ ഉണ്ടാവും. കൂടെ തന്നെ പ്രദീപ് സാർ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രമോദ് സാറിന്റെ വേറെ 2 സബ്ജക്റ്റുകളാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സ് എന്നുള്ള ഭാഗവും. നമുക്ക് LDCയിൽ വളരെ കുട്ടികൾക്ക് കുറെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരിക്കും. CA എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ, അതുപോലെ ഈ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എളുപ്പമാക്കാൻ നിങ്ങൾക്ക് പ്രമോദ് സാറും പ്രദീപ് സാറും കൂടെ ചേർന്ന് ആ വിഷയങ്ങൾ നിങ്ങൾക്ക് വളരെ ലളിതമാക്കി തരും. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ജോഗ്രഫിയാണ്. ജോഗ്രഫിക്ക് 2 ഫാക്കൽറ്റിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന് എബിൻ സാറുണ്ട്, സുരേഷ് സാറുണ്ട്. പക്ഷെ എബിൻ സാറ് ജോഗ്രഫിയും കൈകാര്യം ചെയ്യുന്നുണ്ട്, ഐടിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ പൊതുവെ ഐടി ഒക്കെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ അതും എളുപ്പമാക്കി തരാൻ നമ്മുടെ എബിൻ സാർ ഉണ്ടാവും ജോഗ്രഫിന്റെ കൂടെ. പിന്നെ നമ്മുടെ സൂരജ് സാർ, ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ. സൂരജ് സാറിന്റെ എബിൻ സാറിന്റെ ആ വരച്ചുകൊണ്ടുള്ള ജോഗ്രഫി എടുക്കല് ഞാനും പലപ്പോഴും അത്ഭുതപ്പെട്ടു. നിങ്ങളൊക്കെ ജോഗ്രഫി പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതൊക്കെ ഒന്നുമല്ലാന്ന് തെളിച്ച് 2 കിടിലൻ ഫാക്കൽറ്റീസ് ആണ് എബിൻ സാറും അതേപോലെ തന്നെ സൂരജ് സാറും. അപ്പൊ ജോഗ്രഫി എന്നുള്ള
ഒരു ഡിഫിക്കൽട്ട് സബ്ജക്ട് നിങ്ങൾക്ക് ഈസി ആക്കി തരാൻ ഇവരും സൈലം മുന്നോട്ട് വെക്കുകയാണ് ഈ ബാച്ചിലൂടെ. അടുത്തത് എക്കണോമിക്സ് പഠിക്കാൻ, എക്കണോമിക്സിൽ നിങ്ങൾ വളരെ എളുപ്പമാക്കി പഠിപ്പിക്കാൻ ശരത് സാർ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് കേരള ഗവേണൻസ് ഇമ്പോർട്ടന്റ് ആക്ട്സ് അതിനായിട്ട് നിങ്ങൾക്ക് ആനന്ദ് സാർ ഉണ്ടാവും. ആനന്ദ് സാർ ഇപ്പൊ ആക്ടിംഗിലാണ്. പ്രവീൺ സാർ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാനായിട്ട് പ്രവീൺ സാർ ഉണ്ടാവും. ഈ ഒരു 3 സബ്ജക്റ്റുകൾ എക്കണോമിക്സ്, ഇമ്പോർട്ടന്റ് ആക്ട്സ്, അതുപോലെ കേരള ഗവേണൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ ലാംഗ്വേജ് കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, ഹിസ്റ്ററി കഴിഞ്ഞു, ജോഗ്രഫി കഴിഞ്ഞു, പിന്നെ സയൻസ് വിഷയങ്ങൾ. സയൻസ് വിഷയങ്ങൾ നമുക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും. സയൻസ് വിഷയങ്ങളിലെ 2 മിസ്സുമാരാണ് നിങ്ങൾക്ക് പരിചയമുള്ള സ്വതസിദ്ധമായ ശൈലിയിൽ കേരളത്തിന്റെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ 2 പേരും ഇടപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ദീപിക മിസ് ആണ് കെമിസ്ട്രിക്ക്, അടുത്തത് ജംഷീല മിസ് ആണ് ആ ചിരിച്ചുകൊണ്ടുള്ള ക്ലാസ്. അതേപോലെ തന്നെ രസകരമായ രീതിയിൽ കണ്ടന്റുകൾ ഡെലിവർ ചെയ്യുന്ന ദീപിക മിസ് കെമിസ്ട്രി വളരെ രസതന്ത്രത്തെ രസകരമാക്കി മാറ്റി കുട്ടികളിൽ ആ പേന സന്തോഷത്തോടു കൂടി കെമിസ്ട്രിയുടെ ഭാഗം ചലിപ്പിക്കാൻ ഇതാ 2 ടീച്ചേഴ്സ് നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. അടുത്ത സ്ഥലം കെമിസ്ട്രി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ഫിസിക്സും ബയോളജി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫിസിക്സ് പഠിപ്പിക്കാനായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ സിബി സാറും ചേർന്നിട്ടായിരിക്കും ഫിസിക്സ് ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം സ്വാധീനം. ഇത്രയും ഫാക്കൽറ്റീസ് ആണ്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. നമ്മുടെ സൈലത്തിന്റെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാവർക്കും അറിയുന്ന ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഫാക്കൽറ്റീസ് ചേർന്ന് തുടങ്ങുന്ന ഒരു 10th ലെവൽ മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ ഉള്ള എല്ലാവർക്കും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും ജനറൽ PSC 3.0 ബാച്ച്. പിന്നെ ഈ ബാച്ചിന്റെ ബാക്കി പ്രത്യേകതകളും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സൈലത്തിന്റെ ഫാക്കൽറ്റി ആ ഗ്യാങ് ആണ്. ഫാക്കൽറ്റി ആ ടീം അതൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തി. പിന്നെ റെക്കോർഡ് ക്ലാസ് പ്ലസ് ലൈവ് ക്ലാസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു സാർ. നമുക്ക് ലൈവ് ആയിട്ടാണ് എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവുക. പക്ഷെ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. അതേപോലെ ആ ക്ലാസിന്റെ PDF എഴുതിയ PDF-ഉം എഴുതാത്ത PDF-ഉം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വീക്കിലി ഇടയ്ക്കൊക്കെ ടെസ്റ്റുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മെന്റർഷിപ്പ് നമുക്ക് കോൾ ചെയ്തിട്ടുള്ള മെന്റർഷിപ്പുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ സപ്പോർട്ട് ആയിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. പിന്നെ ഈ ബാച്ച് എങ്ങനെ പെർച്ചേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. സൈലം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് PSC സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ മൻസൂർ സാറും ജെറിൻ സാറും നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. ജനറൽ PSC 3.0 എന്നുള്ള ബാനർ ഉണ്ടാവും. ആ ബാനറിന്റെ തൊട്ട് താഴെ ബൈ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു ഫീ കാണാം. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. സൈലം PSCയുടെ ഒരു പ്രത്യേകത എന്താ സാറേ? മെയിൻ പ്രത്യേകത ഏത് ടോപ്പ് കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണെങ്കിലും അതിൽ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു അഫോർഡബിൾ അതേ പ്രൈസ് 1499 രൂപയ്ക്ക് 1 ഇയർ എന്നാ പറയുന്നത്. മറക്കണ്ട, മെയ് 14-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിന്റെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ബൈ ചെയ്യുന്നതിലോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ഒരു നമ്പർ അവിടെ ഉണ്ട്. 9995 100 800 എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ബാച്ചുമായി സംബന്ധിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ സാറേ നമ്മളെ ഈ ഫാക്കൽറ്റി നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ? ഇനി പഠിക്കാൻ തയ്യാറാവുന്നവർ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് അതിയായ ആഗ്രഹമുള്ളവർ, പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ തീർച്ചയായും 14-ാം തീയതി എന്ത് സൈലത്തോടൊപ്പം ചേരാം. എന്നിട്ട് നിങ്ങളുടെ ആംബിഷനിലേക്ക് എത്തുക അല്ലേ? എല്ലാവർക്കും